Hi students, welcome to the lecture. Today we will be dealing with factor price determination in imperfect market. While perfect market is already completed in the last video we had done, and now we are moving with the imperfect market. Equilibrium in factor market imperfect competition. In the above or in the previous lecture, we had already discussed the equilibrium of an organization in the factor market under perfect competition. However, in the real world, factor market in is imperfect. അത് ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. റിയൽ ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. Therefore, we would learn the equilibrium of an organization in the factor market under imperfect competition. So let's move on. For understanding equilibrium in case of imperfect competition, we would take the case of monopsony. മോണോപ്സോണി എന്ന് പറഞ്ഞിരിക്കുന്ന കേസാണ് നമ്മൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫാക്ടർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നിരിക്കുന്നത്. ഇൻ മോണോപ്സോണി ദർ ഈസ് ഓൺലി വൺ ബയർ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. മോണോപ്സോണിയിൽ മെനി സെല്ലേഴ്സ് ആൻഡ് വൺ ബയർ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു കേസിൽ ദർ ഇസ് നോ കോമ്പറ്റീറ്റർ ഇൻ ദ മാർക്കറ്റ് ഹു വാണ്ട്സ് ടു ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. കോമ്പറ്റീഷൻ ഇല്ല, ബിക്കോസ് ഒരു ബയറേ ഉള്ളൂ, ഒരുപാട് സെല്ലേഴ്സാണ് ഉണ്ടാവുന്നത്. ദെയർഫോർ ദ സിംഗിൾ ബയർ ഹാസ് ദ കൺട്രോൾ ഓൺ ദ പ്രൈസ്. സോ വാട്ട് ഹാപ്പൻസ്, മോണോപ്സോണിൽ എന്താ സംഭവിക്കുക, ആ ബയറിന് തന്നെയായിരിക്കും ആ പ്രൈസിൽ കംപ്ലീറ്റ് കൺട്രോളും ഉണ്ടായിരിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഷീ ഓർ ഹീ ക്യാൻ ബാർഗെയിൻ ഫോർ ദ പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ആസ് പെർ ഹിസ് ഓർ ഹർ ചോയ്സ്. അവരുടെ ആ ചോയ്സ് അനുസരിച്ച് തന്നെ അവർക്ക് ആ ഒരു പ്രൈസിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആർക്ക്? ആ ബയേഴ്സിന്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ബയർ വാണ്ട്സ് ടു ഹയർ എ ഫാക്ടേഴ്സ് ലേബർ, he or she can set wages according to him or her. അവരുടെ ഫീസിബിലിറ്റി അനുസരിച്ച് ആ ഒരു ബയ്യറിന് വേജസ് സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഹയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. So this is the graphical representation of equilibrium in imperfect competition, and in which on the x-axis there is a labor employed, and on y-axis there is wage and revenue productivity. This is the marginal revenue productivity, average revenue productivity, marginal wage and average wage rate. Okay, so let's see its explanation now. In the figure, the average wage curve moves from the left to right in upward direction. അതായത് ഇവിടെ ആവറേജ് വേജ് കർവ് ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്വേർഡ് ഡയറക്ഷനിലാണ് ഈ ആവറേജ് വേജ് കർവ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ദെൻ ആൻഡ് ദ മാർജിനൽ വേജ് കർവ് ഈസ് എബവ് ദ ആവറേജ് വേജ് കർവ്. ഇതുണ്ടോ, മാർജിനൽ വേജ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എബവ് the average wage curve. See here, ഇത് ആവറേജ് വേജ് കർവ്, ഇത് മാർജിനൽ വേജ് കർവ്, ആൻഡ് ആവറേജ് വേജ് കർവിൻ്റെ മുകളിലാണ് മാർജിനൽ വേജ് കർവ് കിടക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? In imperfect competition, equilibrium can be attained when marginal wage is equal to marginal revenue productivity. അതായത് ഇവിടെ എന്താണ്, മാർജിനൽ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പ്രസൻറ്റ് കേസിൽ ഇക്വിലിബറിയം എന്ന് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഇയിലാണ് ഉള്ളത്. അതായത് ഈ പോയിന്റിലാണ് എന്തുള്ളത്, ഇക്വിലിബറിയം ഉള്ളത്. ഇവിടെ മാർജിനൽ വേജ് റേറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി. കണ്ടോ, ഈ ഒരു പോയിന്റിലാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റാണ് ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബറിയം എന്ന് പറയുന്നത്. അറ്റ് പോയിന്റ് ഇ, ആവറേജ് വേജ് ഈസ് NP ആൻഡ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഈസ് EN ആൻഡ് NP ഈസ് ലെസ് ദാൻ EN. അതായത് ഈ പോയിന്റ് ഇയിൽ ആവറേജ് വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് NP ആണ്. പോയിന്റ് ഇയിൽ ആവറേജ് വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? NP ആണ്. സേ ഇവിടെ N ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ഒരു പോയിന്റിൽ N ഉണ്ട്, NP ആണ്
സോ ഈ ഒരു കേസിൽ ആവറേജ് വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് NPയും അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ENുമാണ്. സോ ഇവിടെ എന്താണ് NP എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ EN ആണ് വരുന്നത്. സോ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് ഹാപ്പൻഡ് ഹിയർ. ഓക്കെ, ദെൻ in imperfect competition, as a buyer has the power to decide the wages of the labor, therefore the labor is exploited in this type of market structure. ഈ ഒരു കേസിൽ അതായത് ലേബറിനെ നമ്മൾ പറഞ്ഞു എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വേർ NP എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ EN ആണ് വന്നിരിക്കുന്നത്. സോ ആ കേസിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലേബർ ആണ് ഉണ്ടായിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കാനുള്ള കാരണം ഒരു ബയറും ഒരുപാട് സെല്ലേഴ്സും ആണ് ഉള്ളത്. സോ ലേബർ ഈസ് എക്സ്പ്ലോയിറ്റഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ഒളിഗോപോളി അല്ലെങ്കിൽ മോണോപോളി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് ലിമിറ്റഡ് ആൻഡ് ദ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഹൈ. ഇപ്പോൾ നമ്മൾ മോണോപോളി ഒളിഗോപോളിയൊക്കെ എടുക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഒരു കേസിൽ ലേബർ ഈസ് റെഡി ടു വർക്ക് ഈവൻ അറ്റ് ലോ വേജ് റേറ്റ്സ്. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും ഈ മോണോപോളി അല്ലെങ്കിൽ ഒളിഗോപോളി കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വേജ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈവൻ കുറവാണെങ്കിലും അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ജനങ്ങൾ കുറച്ച് വേജിലും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. സോ നമ്മളൊരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫാക്ടർ പ്രൈസ് ഡിറ്റർമിനേഷൻ നടത്തുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ മോണോപ്സോണി എടുത്തിട്ടാണ് നോക്കുന്നത്. സോ അതിൽ മാർജിനൽ വേജ് റേറ്റും മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയും ഈക്വൽ ആകുന്ന പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം. അത് ബേസ്ഡാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ടോ എന്നും നോക്കുന്നത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ സെഷൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്.